ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് റിലീസിന് അനുമതി നൽകിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കേരള ഹൈക്കോർട്ട് തന്നെ. കേരള ഹൈക്കോർട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സിനിമയ്ക്ക് സ്റ്റേ ഓർഡർ ആണ്, സിനിമ റിലീസ് ചെയ്യാൻ പാടില്ലെന്ന് 15 ദിവസത്തേക്ക്. എന്നാൽ അത് ഇപ്പൊ ആ ഒരു ഉത്തരവ് വിലക്കിയിരിക്കുകയാണ് നമ്മുടെ ഡിവിഷൻ ബെഞ്ചായ നമ്മുടെ കേരള ഹൈക്കോർട്ട്. ഈ റൂൾ പാസ്സാക്കിയത് നമ്മുടെ ധർമ്മ ധിക്കാരി അതുപോലെ തന്നെ PV ബാലകൃഷ്ണനാണ്. സ്റ്റേ ഓർഡർ നൽകിയത് നമ്മുടെ ബിച്ചു കുര്യൻ തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സ്റ്റേ ഓർഡറിന് വിലക്ക് നൽകിയിരിക്കുകയാണ് ഈ രണ്ടുപേര്. എന്നാലും പടം ഇപ്പൊ നിലവിലെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, തൊട്ടടുത്തുള്ള തിയേറ്ററുകൾ വേൾഡ് വൈഡ്. സിനിമ നിലവിൽ പല തിയേറ്ററുകളിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പടം കാണാൻ ആരും ഇല്ലെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ന്യൂസ് ചാനൽ കുട്ടി ആഘോഷിക്കുന്നുണ്ട്. ആരുമില്ല, നമുക്ക് വലിയ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് DFI പ്രവർത്തകർ അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ ഈ ഒരു സിനിമേന്റെ ഷോ റദ്ദാക്കുന്നുണ്ട്, ഷോ നിർത്തലാക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന ഷോസ് ഒക്കെ. അപ്പൊ കേൾക്കാൻ സാധിക്കുന്ന പടം കാണാനായിട്ട് എന്നാലും ആൾക്കാർ പോകുന്നുണ്ട്, എന്താണ് ഈ സിനിമയിൽ കാണാൻ പോകുന്നതെന്ന രീതിയിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേന്റെ റിലീസിൽ ആദ്യ ഷോസ് ഒന്നും കാണാൻ ആരുമില്ല. കൊച്ചി അതുപോലെ തന്നെ തിരുവനന്തപുരം സ്ഥലത്തൊന്നും, മേജർ ആയിട്ടുള്ള സ്ഥലത്തൊന്നും ഈ ഒരു പടത്തിന്റെ ആദ്യ ഷോസ് ആണെങ്കിൽ പോലും കാണാൻ ആളുകളില്ലെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ സിനിമ വാനിഷ് ആവണമെന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്തൊക്കെയായാലും പടം കണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ പടത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരും, കേരള ബോക്സ് ഓഫീസ്. അപ്പൊ നമുക്ക് വ്യക്തമാകാം പടം കാണാൻ പോയ ആരെങ്കിലും എന്ന്. എന്തായാലും വളരെ കുറഞ്ഞൊരു ബോക്സ് ഓഫീസ് ആകുമോ അതോ വലിയൊരു കളക്ഷൻ വരാൻ ചാൻസ് കാണുന്നുണ്ട്. നമ്മുടെ കേരള സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരള ഹൈക്കോർട്ട് തന്നെയാണ് പടത്തിന് അനുമതി നൽകിയത് റിലീസ്. അതേ ഹൈക്കോർട്ട് തന്നെയാണ് പടത്തിന് റിലീസ് വിലക്കിയത്. രണ്ടും ചെയ്ത് നമ്മുടെ കേരള ഹൈക്കോർട്ട് തന്നെയാണ്. കേരള ഹൈക്കോർട്ട് പോലും കേരളത്തിന് ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല. എന്തായാലും വലിയൊരു ജോക്കായിരിക്കുകയാണ് നമ്മുടെ ജസ്റ്റിസ് ആക്ച്വലി. എന്തായാലും സിനിമ എത്ര പേര് കാണാൻ പോയി എന്നൊക്കെ നമുക്ക് വ്യക്തമാകും സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ആദ്യ ദിവസത്തെ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ, കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.